ഗൈസ്, അപ്പൊ ഇന്ന് ഞാൻ ഒരു ഡെയിലി വ്ളോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോ ഇപ്പോ ഡെയിലി വ്ളോഗിൽ എന്ത് എടുക്കണം എന്ന് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് വണ്ടി കണ്ടത്. അപ്പൊ വണ്ടി ഫുള്ള് ഇങ്ങനെ ചളിയായിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമ്മുടെ നാട്ടിലെ റോഡ് ഓഫ് റോഡ് പോലത്തെ റോഡായതുകൊണ്ട് ഫുള്ള് ചളിയാണ് ഗൈസ്. അപ്പൊ അങ്ങനെ ഞാൻ പൈപ്പൊക്കെ എടുത്തിട്ട് വെള്ളം പിടിക്കാൻ തുടങ്ങി. അപ്പൊ കണ്ടില്ല ഗൈസ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിന്റെ ചളി. അപ്പൊ ഞാൻ ഇപ്പൊ ഒരു 4 ദിവസം മുമ്പാണ് വണ്ടി കഴുകിയത്. പക്ഷെ എന്നിട്ടും ഇപ്പൊ ഒരു 4 ദിവസം ആയതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഫുള്ള് ചളിയായി. അപ്പോഴത്തേക്കാണ് ഗൈസ് ടാങ്കിൽ വെള്ളം തീർന്നത്. അല്ലെങ്കിൽ ഞാൻ എപ്പോ വണ്ടി കഴുകാൻ തുടങ്ങിയത് അപ്പൊ ടാങ്കിൽ വെള്ളം തീരുന്നത് ഗൈസ്. അങ്ങനെ ടാങ്കിൽ വെള്ളമൊക്കെ ഇട്ടു. വെള്ളം ഇടുന്നതിന്റെ ഇടയ്ക്ക് തന്നെ ഞാൻ കഴുകാൻ തുടങ്ങി. അങ്ങനെ വെള്ളം പിടിച്ചാകുമ്പോ പിന്നെ എന്നോട് പലരും ചോദിച്ചു, ഗൈസ് നീ എന്തിന് ഇലക്ട്രിക് വണ്ടി എടുത്തതെന്ന്. ശരിക്കും പറഞ്ഞാല് ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുമ്പോൾ നമുക്ക് ഇലക്ട്രിക് വണ്ടിയാണ് ഗൈസ് നല്ലത്. ഞാൻ ഡെലിവറി വാങ്ങാൻ പോയിക്കൊണ്ടായിനി. അപ്പൊ ഇലക്ട്രിക് വണ്ടി കൊണ്ട് ആ എണ്ണ പൈസ നമുക്ക് ലാഭം ഉണ്ടായിനി. പിന്നെ കറണ്ട് ബില്ല് വീട്ടിൽ നിന്ന് അച്ഛൻ അടക്കുന്നുണ്ട്, നമുക്ക് വലിയ സീൻ ഉണ്ടായിട്ടാ. അങ്ങനെയാണ് ഞാൻ ഒന്നാമത് ഇലക്ട്രിക് വണ്ടി എടുത്തത്. പിന്നെ ഇതിന് അത്യാവശ്യം 130 കിലോമീറ്റർ വരെയുള്ള നമുക്ക് പായാൻ കഴിയുന്നു. അതുകൊണ്ട് പിന്നെ വലിയ സീനില്ല. അങ്ങനെയാണ് ഞാൻ ഇലക്ട്രിക് വണ്ടി എടുത്തത്. പിന്നെ ഞാൻ ലോങ് പോകുന്നില്ല, അടുത്ത് തന്നെ പോകുന്നതുകൊണ്ട് വലിയ സീനില്ല. അതുകൊണ്ട് ഒന്നാമത് ഇലക്ട്രിക്കിലൊക്കെ തന്നെ പോയത്. പിന്നെ ഏതൊരു എടുത്ത് എന്തെന്ന് പലരും ചോദിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഏതൊരെടുത്ത് എന്തെന്ന് വെച്ചാൽ ഞാൻ ഏതൊരിപ്പോൾ അത്യാവശ്യം ഇലക്ട്രിക്കിൽ നല്ലൊരു വണ്ടി എന്നൊക്കെ തോന്നി. എടുത്തതിന് ശേഷമൊക്കെ അങ്ങനെ കംപ്ലൈന്റും കാര്യമൊന്നും വന്നിട്ടില്ല. പിന്നെ എല്ലാവരോടും ചോദിക്കുമ്പോഴും എല്ലാവരും പറഞ്ഞത് അങ്ങനെ ഏതർ തന്നെ എടുക്കുന്നതെന്ന്. ഇപ്പം നമ്മളെ നാട്ടിൽ തന്നെ എങ്കിൽ എല്ലാവരുടെ കൈമിൽ ഇലക്ട്രിക് വണ്ടി എന്ന് വെച്ചാൽ ഏതർ തന്നെ, വേറെ വണ്ടിയൊന്നുമില്ല. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഏതർ എടുത്തത്. അപ്പോഴത്തേക്ക് ടാങ്കിൽ വെള്ളം നിറഞ്ഞു ഗൈസ്. അങ്ങനെ ടാങ്കിൽ വെള്ളം ഓഫാക്കാൻ വേണ്ടിയിട്ട് പോയി. അതിൽ നിന്ന് ഷീറ്റിൽ നിന്ന് വെള്ളം ഇങ്ങനെ വീഴുന്നുണ്ട്. അപ്പൊ ആ ഷീറ്റിൽ നിന്ന് വരുന്ന വെള്ളം ഇങ്ങനെ വീഴുന്ന സൗണ്ട് പോകാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വണ്ടി രണ്ടാമതൊന്നും കൂടി വെള്ളം പിടിച്ചു കൊടുത്തു. അപ്പോ ആ സൗണ്ട് അങ്ങനെ നിന്നു. അങ്ങനെ വണ്ടി ഫുള്ള് വലിച്ചിട്ടായി, അത്യാവശ്യം വലിച്ചിട്ടായി എന്നറിയാം. ഇങ്ങനെയൊന്നും പോയിട്ടാ ചളി, എന്നാലും അത്യാവശ്യം ചളിയൊക്കെ ഞാൻ കളഞ്ഞു. നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നു നേരത്തെ തന്നെ അത്ര ചളിയില്ലെങ്കിലും കുറച്ച് ചളിയുണ്ട്, എന്നാലും വലിയ സീനില്ല. പിന്നെ നമ്മ ചാനൽ ഇപ്പോ 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലൊക്കെ പോകുന്നുണ്ട് ഗൈസ്. അപ്പൊ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ 2 ലക്ഷം അടിക്കാം. അപ്പൊ ഓക്കെ ഗൈസ്, ബൈ.